ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹോം ടൂർ. അപ്പോൾ കുറേ ആളുകൾ കുറേ തവണയായിട്ട് ചോദിക്കുന്നതാണ് ഹോം ടൂർ കാണിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് 2000 പണി തീർന്ന വീടാണ്. 2000 ഫെബ്രുവരിയിലാണ് വീട്ടിൽ താമസാക്കിയത്. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ ഈ വീട്ടിലവർ താമസാക്കിയിട്ടുണ്ട്. അതിന് മുന്നേയൊക്കെ അവർ ഇപ്പോൾ പോലീസിലായത് കാരണം പല സ്ഥലങ്ങളിലായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീടിന് പല പല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു 2 സിറ്റ് ഔട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റെഡ് കളറിൽ കാണുന്ന ഫ്ലോറ് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ്, ഫ്രണ്ടിൽ നിന്നുള്ള എൻട്രൻസ് ആണ്. പിന്നെ സിറ്റ് ഔട്ട് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇത് നമ്മൾ അന്ന് ചെയ്ത വെർട്ടിക്കൽ ഗാർഡൻ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പേര് ലവ്ഡെയിൽ എന്നാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിൽ ക്യാബിനിൽ ഷൂ റാക്കും, മറ്റു സൈഡിൽ പേപ്പറൊക്കെ വെക്കാനുള്ള, ന്യൂസ് പേപ്പറൊക്കെ വെക്കാനുള്ള കബോർഡുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ കയറുന്നത് ഹാളിലേക്കാണ്, ഡൈനിങ് ഹാളിലേക്ക്. ഇവിടെ വിൻഡോൻ്റെ മുകളിൽ കാണുന്ന ആ ഷോക്കേസിൽ മുഴുവൻ ഷേസയുടെയും ഷെസിൻ്റെയും ട്രോഫികളാണ് വെച്ചിട്ടുള്ളത്. ഈ വശത്തുള്ള ഷോക്കേസിൽ മൊത്തം പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, ബൗളുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ കോർണറിൽ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്.
ഈ വശത്തായിട്ട് വാഷ് ബേസിൻ, ഡൈനിങ് ഹാളിൽ ഞങ്ങളങ്ങനെ സാധാരണയായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ഡൈനിങ് ഹാളിലെ ടേബിളിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറ്. ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമും അതുപോലെ പാരൻസ് കിടക്കുന്ന ബെഡ്റൂമും. ഇത് ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമാണ്. സാധാരണ ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്, മുകളിലെ ബെഡ്റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ താഴെ കിടക്കാൻ തുടങ്ങി. ഉമ്മയും ഉപ്പയും പിന്നെ ഒറ്റയ്ക്കാണ്, അവർ താഴെയാണ് കിടക്കാറ്. അപ്പോൾ പിന്നെ ഞങ്ങളും താഴത്തെ ബെഡ്റൂമിൽ തന്നെ കിടക്കാൻ തുടങ്ങി. കോർണറിലായിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇനി നമുക്ക് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ബെഡ്റൂം നോക്കാം. അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ബെഡ്റൂം. അപ്പോൾ അവരുടെ ബെഡ്റൂം ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ഉപ്പാൻ്റെ ഫോട്ടോ ആണ്. ഇപ്പോൾ പോലീസിലായപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇനി അടുത്തതായിട്ട് സിറ്റിംഗ് റൂമിലേക്ക് പോകാം. ഇവിടെയാണ് സിറ്റിംഗ് റൂം. ഇവിടെയാണ് ടിവിയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെറ്റി കണ്ടിട്ട് കുറേ പേര് ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് സെറ്റിയൊക്കെ ചെയ്തത് എന്നൊക്കെ. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ചെയ്തതാണ്. അവർക്ക് ഹോം ക്ലാസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവരാണ് കർട്ടണും അതുപോലെ ഈ സെറ്റിയും ചെയ്തത്. നല്ല വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചൺ നിങ്ങൾ പലപ്പോഴും കാണുന്നതാണ്, എന്നാലും ഹോം ടൂറിലും കൂടെ അത് ഇൻക്ലൂഡ് ആക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും കിച്ചണും ഹാളും സിറ്റിംഗ് റൂമുമാണ് ഉള്ളത്. ഇത് ഞങ്ങളുടെ പഴയ കിച്ചണായിരുന്നു. ഇത് പിന്നെ ഇങ്ങനെ വെറുതെ ഒരു സ്പേസ് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വർക്കും നടക്കുന്നത്
പുതിയ കിച്ചണിലാണ്. അത് ഉണ്ടാക്കിയിട്ടൊരു 7 വർഷമൊക്കെ ആയി. ഫ്രിഡ്ജും അതുപോലെ വാഷിംഗ് മെഷീനും വെച്ചിരിക്കുന്നതും ഈ പഴയ കിച്ചണിലാണ്. ഈ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് എത്തുക. ഇവിടെയാണ് നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറ്. നിങ്ങളൊക്കെ വീഡിയോയിൽ കാണുന്ന ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട്. ഇതിലൂടെ വേഗത്തിൽ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു വെച്ചതാണ്. ഇനി അടുത്തത് കിച്ചണാണ്. ഇത് നിങ്ങളിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇവിടുത്തെ കിച്ചൺ അധിക വീഡിയോസിലുണ്ടാവുന്നതായതുകൊണ്ട് പലർക്കും അറിയുന്നതാണ്. പലർക്കും എങ്ങനെയാണ് ഇത് എന്നുള്ളത് നല്ലോണം അറിയാം. എന്നാലും ഹോം ടൂർ ആകുമ്പോൾ പിന്നെ എല്ലാ ഏരിയയും കാണിക്കണമല്ലോ. ഇനി പഴയ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏരിയ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എൻഡിലുള്ള ആ കാണുന്നത് ഒരു ബാത്റൂമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഈ സ്റ്റെയർ കേസിൽ ഇങ്ങനെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അസ്കർ ഖാൻ്റെ ബുക്സൊക്കെ വെക്കുന്ന ഷോക്കേസാണ്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് രാത്രിയായിരുന്നു. ബാൽക്കണി ഞാൻ പിന്നെ പകൽ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് മുകളിലുള്ള ബെഡ്റൂമുകളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ഹാളുണ്ട്. ഇവിടുത്തെ ഈ സ്വിങ് കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് കാണിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാർഡ്രോബ് ഓർഗനൈസേഷൻ കാണിച്ച സമയത്ത് ഈ ഒരു സ്വിങ്ങിൽ ഇരുന്നിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണിക്കാൻ പറഞ്ഞ് കുറേ പേര് എൻ്റെ അടുത്ത് കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹോം ടൂറിൽ കാണിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു സ്വിങ് ഉണ്ടാക്കാനുള്ള പ്ലാന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വാർപ്പിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെ 4 ഹുക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഈ ഒരു സ്വിങ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്വിങ്ങും റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല, ഉണ്ടാക്കിച്ചതാണ്. മരം കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഈ ഹാളിൽ ഇങ്ങനെ കർട്ടൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചൊരു പോർഷനും കൂടെ ഉണ്ട്. അവിടെ ഇങ്ങനെ എക്സസൈസ് മെഷീൻ വെച്ചിട്ടുണ്ട്, ഓർബിട്രക് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്.
ഇത് കുറച്ചൊരു വലിയ ബാത്റൂമാണ്. അതിൽ ബാത്ത് ടബൊക്കെ ഉണ്ട്. അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉള്ളത് ഞാൻ പകൽ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഞങ്ങൾ തുണികളൊക്കെ അലക്കിയത് ചിക്കിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. ഈ ഏരിയയിലേക്ക് നമുക്ക് ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട്. അതിലൂടെ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങാനും അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് കയറാനൊക്കെ പറ്റും. അപ്പോൾ ഉള്ളിലൂടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊക്കെ അലക്കിയത് ചിക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ കയറാറാണ് ബാക്ക് സൈഡിലൂടെ. മുകളിൽ 3 ബെഡ്റൂമാണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ കിടക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, താഴെ തന്നെയാണ് കിടക്കാറ്. ഇനി ഇത് ആസ്കർ ഖാൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ റൂമാണ്. അവരുടെ ഫാമിലി സൗദിയിലാണ്, ദമാമിലാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇവിടെ കിടക്കും. ഇല്ലെങ്കിൽ ആരും ഇവിടെ കിടക്കാറൊന്നുമില്ല. മുകളിലെ ഏരിയയിൽ നമ്മളാരും അങ്ങനെ കയറി വരാറൊന്നുമില്ല. വല്ലപ്പോഴും വരാറുള്ളൂ. ഇത് ആസ്കർ ഖാൻ്റെ വലിയ ബ്രദറിൻ്റെ റൂമായിരുന്നു. അവരിപ്പോൾ വേറെ വീട് വെച്ച് താമസാക്കി. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ റൂമും അങ്ങനെ ആരും ഉപയോഗിക്കാതെ അങ്ങനെ കിടക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുകളിലെ ഭാഗത്തും ഉള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ടേക്ക് കെയർ. ബൈ.